ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങ അച്ചാർ. അപ്പൊ അതിനാദ്യം വേണ്ടത് എന്താ? അമ്പഴങ്ങ ഞാനിവിടെ 2 കിലോ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന അമ്പഴങ്ങയാണിത്. കണ്ടില്ലേ, ഈ വലുപ്പമുള്ള അമ്പഴങ്ങയാണ് നമുക്ക് വേണ്ടത്. ഉപ്പ് ഞാനിവിടെ 1 ബൗളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം. 1 ബൗൾ ഉപ്പിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി എല്ലാം ഞാനിവിടെ കാണിക്കുന്നത്. 2.5 ബൗൾ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കായപ്പൊടി 100 ഗ്രാം കായമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതൊരു അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാട്ടോ. നമ്മുടെ അമ്പഴങ്ങ അച്ചാറിന്റെ സ്വാദ് നിർണ്ണയിക്കുന്ന ഒരു മെയിൻ സാധനമാണ് കായപ്പൊടി. പിന്നെ ഉലുവപ്പൊടി 2 ടേബിൾ സ്പൂൺ മതിയാവും. ഒരുപാട് വേണ്ട, കയ്പുണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നല്ലെണ്ണ ഒരു 100 ഗ്രാം നല്ലെണ്ണ, അത്രയാണ് വേണ്ടത്. പിന്നെ തിളപ്പിച്ച് ആറിച്ച വെള്ളം, നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം. ഇത് ഒരു 2 ബൗൾ മതിയാവും. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിന്റെ ഒരു പകുതി അലിയുന്ന അത്രയും നേരം ഇളക്കുക. മുഴുവൻ എന്തായാലും അലിയില്ല, നിങ്ങൾക്ക് അറിയാലോ. ഒരു പകുതി അലിയുന്നവരെ ഇളക്കുക. അതിനുശേഷം മുളക് പൊടി കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കുക. കട്ടയൊന്നും വരാൻ പാടില്ല. ഇത് കുറച്ച് നല്ല കുറുകിയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്താൽ മതി എന്ന് പറയണേ. അതിനുശേഷം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. വീണ്ടും മുളക് പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുക. പിന്നെ ഈ വെള്ളം എടുക്കേണ്ടത് എപ്പോഴും നന്നായി തിളപ്പിച്ച് ആറിച്ച വെള്ളം തന്നെയായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയും ചേർക്കുകയാണ്. ഉലുവ 2 ടേബിൾ സ്പൂൺ മതി, ഒരുപാടാകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഈ അമ്പഴങ്ങയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് നാൾ നമ്മൾ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കടുമാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ 1-2 മാസമൊക്കെ വയ്ക്കുമല്ലോ. പക്ഷെ അമ്പഴങ്ങയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അമ്പഴങ്ങ ഇടുക. നേരത്തെ പറഞ്ഞ പോലെ നന്നായി കഴുകി വെള്ളമൊക്കെ തോർന്ന് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണ ഞാൻ ഇവിടെ 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ അതിന്റെ മീതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കണം. പൂപ്പൽ പിടിക്കാതിരിക്കാനും മറ്റുമാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ഒരു സ്വാദുമാണ്.
ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അമ്പഴങ്ങ അച്ചാർ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണിത്. അപ്പൊ ഞാനിത് ഒരാഴ്ച കഴിഞ്ഞ് എടുത്തതാണിത്. ഉള്ളത് കറക്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട്. അതിന്റെ നിറമൊക്കെ മാറിയേക്കുന്നത് കണ്ടോ അമ്പഴങ്ങയുടെ. നല്ല സ്വാദാണ്. ആ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ നല്ല പാകത്തിന് നല്ല സ്വാദാണത്. അപ്പൊ ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അമ്പഴങ്ങ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ.